ഓരോ നാടിനും ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് കേട്ടാൽ തന്നെ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന പൂരങ്ങളാണ്. ഞാനിപ്പോൾ ആണെങ്കിൽ ഒരു പൂരത്തിൻ്റെ കുറച്ച് പരിപാടിയിലാണ് കേട്ടോ. നമ്മുടെ മെയിൻ പൂരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീടുകളിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുകയും അതുപോലെ തന്നെ ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ വീടുകളും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കും. അതിലൊരെണ്ണമാണ് ഈ അച്ചപ്പം എന്ന് പറയുന്നത്. പിന്നെ അച്ചപ്പം മാത്രമല്ല, അച്ചപ്പം, ഉണ്ണിയപ്പം, അവലോസ് പൊടി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇന്ന് ഞങ്ങൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിന് തിരക്കിലാണ് കേട്ടോ. അമ്മയുടെ പണി നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറ്റ ഒരാൾക്ക് തന്നെ നിപ്പിളെ ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറി മാറിയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമ്മ അവിടെ പോയി റെസ്റ്റ് എടുക്കും, അതുപോലെ തന്നെ അമ്മ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോയി റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് മാറി മാറിയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ആദ്യമേ അമ്മ കാണിച്ചു തരാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലാണ് അമ്മയ്ക്ക് പോയെന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് സംഭവം നല്ല സിമ്പിളാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിന് മുന്നേ ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യം ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴേ നമുക്ക് വേറൊരു ബെനിഫിറ്റും കൊണ്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണം തോന്നുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയും ചെയ്യാം, പണിയെടുക്കുകയും ചെയ്യാം. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എൻ്റെ വോയിസിന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നല്ലേ. വേറെ ഒന്നുമല്ല, ഞാൻ നല്ലപോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ എനിക്ക് പെട്ടെന്നൊന്ന് വോയിസ് ഓവർ കൊടുക്കാൻ തോന്നി. അതാണ് ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വോയിസ് ഓവർ കൊടുത്തു. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.